പുതിയാപ്പിള പോകുന്ന സമയത്ത് പാട്ടയിൽ മൂത്രമടിച്ചിട്ട് പുതിയാപ്പിള തലയിലേക്ക് മൂത്രമടിക്കുന്ന ആരാണ് സഹോദരങ്ങളെ? ഈ രാജ്യത്തുള്ള അമുസ്ലിമീങ്ങളല്ല, അമുസ്ലിം സഹോദരങ്ങളുടെ കല്യാണ ചടങ്ങിലുമല്ല. നമ്മുടെ കുട്ടികൾ LKG പഠിക്കുന്ന കുട്ടികളെ പോലെ ആ രൂപത്തിൽ പുതിയാപ്പിള ഇറങ്ങുന്ന മക്കൾ. അതിലേറെ പുതിയാപ്പിളയുടെ കൂടെ പോകുന്ന സമയത്ത് മുമ്പ് ചളിവെള്ളം തലയിലേക്ക് ഒടുക്കിയിരുന്ന ഒരു സമയം ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് കേട്ടത് ഒരു പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞത്, മോനെ 4-5 ചെറുപ്പക്കാരൊരു പാട്ടയിൽ മൂത്രമടിച്ചിട്ട് കൂട്ടുകാരാണത്രേ. ചീത്ത കൂട്ടുകെട്ടിനേക്കാൾ ബെടുക്ക് പിടിച്ച ജീവിതം. നോക്ക്, നിങ്ങൾ മഹാന്മാർ എഴുതി വെച്ചിട്ടില്ലേ, പുതിയാപ്പിളയുടെ കൂട്ടുകാർ, ചങ്ങാതിമാർ, സ്നേഹിതന്മാരാണത്രേ. പുതിയാപ്പിള തലയിലേക്ക് മൂത്രമാണ് ഒഴിക്കുന്നത്. പാട്ടയിൽ മൂത്രമൊഴിച്ചിട്ട് പുതിയാപ്പിള തലയിലേക്ക് ഒഴിക്കുന്നത്. എൻ്റെ അനുജാ, മോനെ, റസൂലുള്ളാഹിന്റെ മനസ്സിലെ വേദന. ഈ ഉമ്മത്തിൽ ഈമാനിന്റെ വെളിച്ചം കിട്ടിയിട്ട് ഇസ്ലാമിന്റെ മക്കൾ ദീനിനോട് കാണിക്കുമ്പോൾ മദീന പൂന്തോപ്പിൽ കിടന്നിട്ട് നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹു കാണുന്നുണ്ട്, റസൂലുള്ളാഹിയും കാണുന്നുണ്ട്. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദന എത്രയായിരിക്കുമെന്നുള്ളത് ഒന്നോർക്കേണ്ടതല്ലേ സഹോദരങ്ങളെ? കണ്ണൂർ ജില്ലയിലെ മക്കൾ ഇവിടെ ഉണ്ടാകും, കണ്ണൂർ ജില്ലയിലെ മക്കൾ ഈ മജ്‌ലിസിൽ ഉണ്ടാവും. ഈ അടുത്ത് 12 ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയ അറ, പുതിയാപ്പിളയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച അറ കൂടെ പോയവരെ തച്ചു പൊളിച്ചു മാറ്റിയത്രേ. ആരുടെ മക്കളാണിത്? ആരുടെ ഉമ്മത്താണിത്? കുന്തും ഖൈറ ഉമ്മ. പക്ഷേ ആര് പറയാൻ, ആരോട് പറയാൻ? മോനെ അരുതി എന്ന് പറയാൻ ഒരു വാപ്പില്ലാതെ ആയിപ്പോയല്ലോ. മക്കളെ എന്ന് വിളിക്കാൻ ഒരു വാപ്പില്ലാതെ ആയിപ്പോയല്ലോ. ഇതല്ലേ പറയാനുള്ളൂ? അറത്തച്ചു വിളിക്ക എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് രൂപത്തിലുള്ള പാത്രത്തിലാണ് പുതുപ്പെണ്ണിനും വധുവിനും വരനും ഭക്ഷണം കൊടുക്കുന്നത്. ഈ ഉമ്മത്തിലെ മക്കൾ, ഈ ഉമ്മത്തിൽ ഈ അടുത്ത് കേട്ടു 65,000 രൂപയുടെ ഒരൊറ്റ ജോഡി ഒരു വസ്ത്രം. ആ വസ്ത്രം കല്യാണത്തിന്റെ പകൽ സമയം 1 മണിക്കൂർ പോലും ധരിച്ചില്ലത്രേ. അത് പിന്നെ തൊട്ടിട്ടുമില്ല. സൽക്കാരത്തിനടുത്തുകൂടെ ധരിച്ചുകൂടെ? അത് മോശമാണത്രേ, കല്യാണ വസ്ത്രമല്ലേ. എന്നിട്ട് എന്താ പറയുന്നത് അറിയോ? ഒരു ഹാജി പറയാ, ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ കൊടുക്കാൻ പറ്റിയത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 65,000 എന്ന് അയാൾ പറഞ്ഞതാണ്. വില എത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് പറയില്ല. പെരുന്നാളിനല്ല, കല്യാണ ദിവസം ഒരു പകൽ പുതിയാപ്പിള വീട്ടിൽ നിന്നൊരു വസ്ത്രം വരുന്നു 28-30,000 രൂപയുടെ. ഈ പെൺകുട്ടിയുടെ വാപ്പയും വാങ്ങിക്കൊടുക്കുന്നു. 2 വസ്ത്രവും ആ പകൽ സമയത്ത് 1 മണിക്കൂർ ധരിക്കുന്നില്ല. പിന്നീട് ജീവിതത്തിൽ ധരിക്കാനൊട്ട് മനസ്സും വരുന്നില്ല. നോക്കൂ നിങ്ങൾ, എന്തായിരിക്കും ഇതിന്റെ അവസ്ഥകൾ? ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. കല്യാണ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ, മക്കളെ എന്ന് വിളിക്കാൻ ഉപ്പമാർ ഈ മണ്ണിൽ ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതാണ് പറയാനുള്ളത്. ഓ പിതാക്കളെ, ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, അഭിവന്ദരായ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ എൻ്റെ കൊച്ചനുജന്മാരോട് പറയുന്നു, മോനെ, നടക്കണം, സന്തോഷിക്കണം, കളിക്കണം, എല്ലാം വേണം. പക്ഷേ കാടുകയറരുത്. അത് റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നതാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, അല്ലയോ സ്വഹാബികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്, 1,00,000-ൽ പരം വരുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾക്ക് മുഴുവനും അല്ലാഹു തആല ചില പ്രത്യേക ദുആകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ദുആകളും ഓരോ മഹാന്മാരും അവർക്ക് ലഭിച്ച ദുആകൾ നിർണായക ഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുമുണ്ട്. അല്ലയോ സ്വഹാബാ, കലീമുല്ലാഹി മൂസ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ നിന്ന് കടന്നെടുത്ത 300-ൽ പരം വരുന്ന മുർസലീങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 25 പേരിൽ നിന്ന് ഒന്നുകൂടെ കടഞ്ഞെടുത്ത
5 പേരിൽപ്പെട്ട മഹാനാണല്ലോ പിതാക്കളെ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ ബഹുമാനപ്പെട്ടവരെ വ്യഭിചാരാരോപണം നടത്തിയ ഒരു സമയമുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം വ്യഭിചാരാരോപണം നടത്തപ്പെട്ടപ്പോൾ അവിടത്തേക്ക് ലഭിച്ച ആ ദുആ അവിടുന്ന് ചെലവഴിച്ചു പോയി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും അല്ലാത്തപ്പോഴും പ്രത്യേക ദുആ അവിടുന്ന് ചെലവഴിച്ചു പോയി. അല്ലയോ ഉമറേ, എനിക്കെന്റെ റബ്ബ് നൽകിയ ദുആ, എൻ്റെ അനുജന്മാരെ മുതഅല്ലിമീങ്ങളെ, നമ്മൾ ദീനിന്റെ ഖാദിമീങ്ങളാണ്. ശൈഖുനയുടെ മക്കൾ ദീനിന്റെ ഖാദിമീങ്ങളാവേണ്ടവരാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവസരം അല്ലാഹു ഏറ്റി തെരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കുട്ടികളെ, എൻ്റെ സ്വഹാബികളെ, എനിക്ക് അല്ലാഹു തആല നൽകിയ ആ പ്രത്യേക ദുആ ഞാൻ ഈ നിമിഷം വരെ ചെലവഴിച്ചിട്ടില്ല, ഞാൻ ദുആ ചെയ്തിട്ടില്ല. എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാനതെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കാലുപൊട്ടി നെരിയാടി പൊട്ടി രക്തം മുഴുകുമ്പോൾ എൻ്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്. വീണപ്പോൾ പോയതല്ല, പ്രായാധിക്യം കൊണ്ട് പോയതുമല്ല, വീണ സമയത്ത് തെറിച്ചതല്ല എൻ്റെ പല്ല്, എൻ്റെ വായിലെ പല്ല് തെറിപ്പിച്ചതായിരുന്നു സ്വഹാബികളെ. എൻ്റെ കഴുത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക് പലതും വലിച്ചെറിഞ്ഞപ്പോൾ തലവക്കൽ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ പൊന്നുമകൾ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എൻ്റെ കരളായ ഫാത്തിമയാണ്. ഫാത്തിമ എന്ന എൻ്റെ മോള് കണ്ടു. ഉപ്പാ വാ അബത്താ, ഉപ്പാ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കി, ഉപ്പാ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കി. പക്ഷേ ആ സമയം എൻ്റെ മകൾ ഫാത്തിമ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന് എത്ര ഇഷ്ടപ്പെട്ട ഒരു മോളാണ്. ഖദീജ ഉമ്മ പലപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് ചെന്ന് പറയും, അവിടുന്ന് വേറെ വല്ല ചിന്തയിലോ വേറെ വല്ല ശുഗുരിലോ ആണ് എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെവിട്ടിൽ ചെന്ന് ഖദീജ ഉമ്മ പറയും, നബിയേ, ഫാത്തിമാന്റെ ഉമ്മ ഇവിടെയുണ്ട്. ഫാത്തിമയുടെ ഉമ്മ എന്ന് കേട്ടാൽ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. നബി തങ്ങൾക്ക് ഫാത്തിമ എന്ന് കേട്ടാൽ അങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞി കൈകളെ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചിട്ട പലതും എടുത്തു മാറ്റുന്നത്. സ്വഹാബികളെ, എൻ്റെ മോളെ കണ്ണീര് കണ്ടപ്പോഴും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചില്ല. ത്വായിഫിലേക്ക് പോകുമ്പോൾ എന്നെ പല നിലക്കും വിഷമിപ്പിച്ച രംഗമുണ്ട്. അപ്പോഴും ആ ദുആ ഞാൻ എടുത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയെ വ്യഭിചാരാരോപണം പോലോത്ത കാര്യങ്ങൾ ചെയ്ത സമയം, ആരോപണങ്ങൾ നടത്തിയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചൊരു സമയമായിരുന്നു. അപ്പോഴും എനിക്കെന്റെ റബ്ബ് നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ഫഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി, ഫഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി. എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. മതാ അൽഖാ ഇഖ്വാനി, ഞാൻ എൻ്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും. അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, അലസ്നാ ഇഖ്വാനക യാ ഹബീബല്ലാഹ്, ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ നബിയേ, ഞങ്ങളൊക്കെ അവിടുത്തെ കുട്ടികളല്ലയോ തങ്ങളെ. അൽഹംദുലില്ലാഹ്, അഭിവന്ദ്യരായ കില്ലൂർ തങ്ങൾ ഉപ്പാപ്പ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അവിടുന്ന് വരോടുള്ള വേലാന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവര്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഒരു സാടൊന്നുമില്ലാത്തോണ്ട് അറിയണ്ടേ. അൽഹംദുലില്ലാഹ്. കില്ലൂര് തങ്ങളുപ്പാപ്പ, ഞാൻ കാജൂര് പ്രദേശത്ത്
അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു മജ്‌ലിസുണ്ട്. ആ മജ്‌ലിസ് 2-3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. കാലുകുത്താൻ സ്ഥലമല്ലാതെ നമ്മൾ സാധാരണ പറയില്ല, അതുപോലത്തെ രംഗങ്ങൾ. അവിടുത്തെ പാവങ്ങളുടെ മൽജ ആണ്. ഒരു വല്ലാത്ത മജ്‌ലിസാണ് അവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ടവര് നമുക്കിവിടെ ദുആ ചെയ്യാൻ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് നാളെ ഈ ഭാഗത്ത് എന്നല്ല, പണ്ഡിത മുത്തുകൾക്ക് വരെ ഇവിടെ ഒരു സന്തോഷ ദിനമാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ അടക്കമുള്ള എല്ലാ മഹാന്മാരും, റഈസുൽ ഉലമ അടക്കമുള്ള മുത്തുകൾ എല്ലാം ശൈഖുനയോടുള്ള മഹബത്ത് കൊണ്ട് ഇവിടെ ഒടുക്കാണ്. നാളത്തെ പണ്ഡിത സാദാത്തുക്കളുടെ ഒടുക്കാണ്. ഇന്ന് നീട്ടാൻ പറ്റില്ല. ഇന്ന് നീട്ടുന്നത് അദബുകേടായി തീരും. ബഹുമാനപ്പെട്ടവരോട് എത്തുന്നത് വരെയുള്ള ഒരു വഅലാണ് എന്നോട് ഉസ്താദ് എന്നോട് നടത്താൻ പറഞ്ഞിട്ടുമുള്ളത്. അപ്പൊ ഇനി ഞാൻ നീട്ടുന്നില്ല. എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ എന്റെ മക്കൾക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ കുട്ടികളെ ഞാൻ ഒന്ന് കണ്ടുമുട്ടും. അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അവിടുത്തെ മക്കളല്ലയോ നബിയേ? ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ്. വഇഖ്വാനി വഫീ റിവായത്തിൽ വഔലാദി, ആരാണ് എന്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനു ബി വലം യറൗനി, എന്നെ കാണാത്ത, എന്റെ കൂടെ നിസ്കരിക്കാൻ കഴിയാത്ത, എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് മക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും. അവര് പാവങ്ങളാണ് സ്വഹാബികളെ, അവര് സാധുക്കളാണ്. എന്നോട് വെറുത്തിട്ട് എന്റെ ആ മക്കളൊന്നും ചെയ്യൂല, ശൈത്താൻ പടപ്പിച്ച് ചെയ്യുന്നവരാണ്. യാഥാർത്ഥ്യമല്ലേ പിതാക്കളെ? പ്രായപൂർത്തിയെത്തിയ എന്റെ ജ്യേഷ്ഠാർജന്മാരോട് ഇന്ന് വരെ മദീന പൂന്തോപ്പിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ മക്കൾ ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസ് വീക്ഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുത്തിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഇല്ല. ഉണ്ട് എങ്കിൽ ഇന്ത്യ രാജ്യത്ത് വേറെ മതത്തിലൂടെ ജീവിക്കാമായിരുന്നു. റസൂലുള്ളാഹിനെ വെറുത്തിട്ട്, ദീനിനെ വെറുത്ത് ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ കോലത്തിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ നമുക്ക് ദീനിനോട് വെറുപ്പില്ല, ഖാലിഖായ റബ്ബിനോട് വെറുപ്പില്ല, ദീനിനെ റസൂലുള്ളാഹിനോട് അത്രയുമില്ല. ശൈത്താൻ പഠിപ്പിച്ചിട്ട് പലതും ചെയ്യുന്നവരാണ്. ആ കുട്ടികളെ ഞാനൊന്ന് കണ്ടുമുട്ടും. നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ, നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ ലാലി അജലി ഫാത്തിമ വലാലി ആയിഷ വലാലി ഖദീജ, എന്റെ ഖദീജാനെ ഓർത്തിട്ടല്ല, എന്റെ ആയിഷാനെ യാ റസൂലല്ലാഹ് എന്തിനാണ് അവിടുന്ന് കരയുന്നത്? അവിടുത്തെ പൊന്നുമകൾ ഫാത്തിമാനെ ഓർത്തുകൊണ്ടാണോ? അല്ല സ്വഹാബികളെ, ലാലി ഫാത്തിമ, എന്റെ ഫാത്തിമാനെ ഓർത്തിട്ടല്ല, എന്റെ ഖദീജാനെ ഓർത്തുകൊണ്ടുമല്ല, നേരെ മറിച്ച് ലാകിൻ ലി അജലി ഉമ്മത്തി, എന്റെ പാവപ്പെട്ട ഉമ്മത്തിനെ ഓർത്തുകൊണ്ടാണ്, എന്റെ പാവപ്പെട്ട മക്കളെ ഓർത്തുകൊണ്ടാണ് ഇത് പറഞ്ഞ് കണ്ണീരൊടുക്കിയ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വേദന വരും വിധത്തിൽ അവിടുത്തെ ഖൽബിൽ ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു ജീവിതം. സഹോദരങ്ങളെ, വ്യക്തിപരമായി എന്ത് സംഭവിച്ചാലും ഒന്ന് കരഞ്ഞാൽ അല്ലാഹു തആല അഫ്വ് ചെയ്തേക്കാം. പക്ഷേ പരസ്യമായി ദീനിനെ അവഹേളിച്ചുകൊണ്ട്, ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് കുട്ടികളെ കല്യാണ ദിവസമാവട്ടെ, മറ്റുള്ള ദിവസങ്ങളിലാവട്ടെ, മറ്റു ഘട്ടങ്ങളിലാവട്ടെ, റസൂലുള്ളാഹിക്ക് ഒരു വിഷമമുണ്ടാക്കുന്ന, ദീനിന് ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒന്നിലേക്കും നാം പോകരുതേ എന്ന് ഞാൻ എന്നോടടക്കം ഓർമ്മപ്പെടുത്തി. അല്ലാഹു സജ്ജനങ്ങളിൽ, സാലിഹീങ്ങളിൽ നമ്മയൊക്കെ പെടുത്തി തരുമാറാവട്ടെ. മുത്തഖീങ്ങളിൽ, ഇൽമിന്റെ ഖാദിമീങ്ങളിൽ ശൈഖുനയുടെ മദദ് കൊണ്ട് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ശൈഖുനാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ നീട്ടുന്നത്, ഞാൻ ഈ മക്കളെ കൊണ്ട് കുറേയൊക്കെ വേറെ കോലത്തിൽ പറയാൻ വിചാരിച്ചു, പിന്നെ അത് വേണ്ടാന്ന് വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവർ നമുക്ക് നല്ലൊരു നസീഹത്ത് നൽകി ദുആ ചെയ്തു തരും. നേരത്തെ ഒരു നിർത്തുക എന്ന എനിക്ക് യാതൊരു, ഞാൻ പറഞ്ഞല്ല, ഞാൻ ശൈഖുനാൻ്റെ ബർക്കത്തുകൊണ്ട് മണിക്കൂറുകളോളം അങ്ങനെ വഅദ് പറയും.
ക്ഷീണമുള്ള സമയത്ത് വന്ന് പറഞ്ഞപ്പോൾ ഒരു ഇജാസത്ത് കിട്ടിയതാണ്. അവിടുന്ന് സ്വലാത്തുൽ ഹുദൂറിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് അത് പതിവാക്കാറുമുണ്ട്. അതുകൊണ്ട് ഒരു ക്ഷീണം പ്രയാസമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നിർത്തുന്നത് ഇവിടെ നിന്ന് വന്നപ്പോഴാണ്. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ്, മക്കളെ നല്ല ദ്വാരക്കുലങ്ങളൊക്കെ ക്ഷീണ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അറിയല്ലോ. ശൈഖുനാക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ആ ശരീഅത്തിനുള്ള ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. എല്ലാവരും ശൈഖുനടക്കമുള്ളവർക്ക് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടവരാണ്. ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ ദുആയിൽ ഈ സാധുവിനെയും പെടുത്തണേ എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മഹത്തായ പരിപാടി സമാപിക്കുകയാണ്. മഹാനായ കില്ലൂർ തങ്ങൾ അവരുടെ നസ്വിഹത്തും ദുആവും എല്ലാം ഉണ്ട്. അല്പം സിക്കറൊക്കെ ചൊല്ലിയിട്ട് തങ്ങൾ സമാപന ദുആ നടത്തി ഇന്ന് പിരിയും. നാളെ ഇൻഷാ അല്ലാഹ് മഹാന്മാരായ നേതാക്കന്മാരൊക്കെ ഇവിടെ വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, സുൽത്താൻ മയപ്പി ഉസ്താദ്, ബദ്രു സാദാത്ത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പ, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, മഹാന്മാരായ മറ്റ് പണ്ഡിതന്മാർ, അബൂ ഹനീഫുൽ ഫലി തന്നല, സുറൈജ് സഖാഫി SSFൻ്റെ പോലെയുള്ള എല്ലാ നേതാക്കന്മാരും ഇൻഷാ അല്ലാഹ് നാളെ വരേണ്ടവരാണ്. എല്ലാവർക്കും എല്ലാം വന്ന് നമ്മളെ പരിപാടി ഉഷാറായി നസ്വിഹത്ത് നൽകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മഹാനായ കില്ലൂർ തങ്ങളുടെ നസ്വിഹത്തും ദുആയോടുകൂടി ഇന്നത്തെ പരിപാടി സമാപിക്കും. നേരത്തെ ദേവറസ്വാല ഉസ്താദ് പറഞ്ഞതുപോലെ ഇന്നും എല്ലാം നീട്ടുന്ന ബുദ്ധിമുട്ടാണല്ലോ. അല്ലാഹു തആല ദേവറസ്വാല ഉസ്താദിനും ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആൾക്കും എല്ലാവിധ ഖൈറും ബർക്കത്തും ആഫിയത്തും ഹിമ്മത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. തങ്ങളവരെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. എല്ലാവരും എഴുന്നേറ്റൊക്കെ നിങ്ങളോട് നിൽക്കാൻ പറയാൻ വലിയ അദബുകേടാണെങ്കിലും വലിയ ആലിമീങ്ങളാണ്. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا دركنا يا رسول الله. انظرنا يا رسول الله.
أغثنا يا رسول الله أدركنا يا رسول الله أدركنا يا رسول رب العالمين. الله سبحانه وتعالى പൊന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ശൈഖുനാ വമുറബ്ബിഉനാ ശൈഖുൽ മുഹഖിഖ് കോട്ടൂർ ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅസ്സിഹത്തി വല്ലാഫിയ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്കൊക്കെ നാഫിയായ ഇൽമ് തരണേ അല്ലാഹ്. ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഹിഫ്ള് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് കിബറുള്ള ഖൽബാക്കല്ല അല്ലാഹ്, ഹസദുള്ള ഖൽബാക്കല്ല അല്ലാഹ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാഹ്. എല്ലാവരും ഇരിക്കാം. ഞാൻ വയന്ന് പറയാൻ വന്നവനല്ല. അൽഹംദുലില്ലാഹ്, മസാലിക്കിൻ്റെ ആത്മീയ സമ്മേളന വേദിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആരാണ് ശൈഖുന കോട്ടൂർ ഉസ്താദ് എന്ന് ഇന്ന് കേരളക്കരയിൽ പറഞ്ഞ് അറിയിക്കേണ്ട ഒരു ആവശ്യം ഇല്ല. എല്ലാ ഐസിയത്തിലും എല്ലാ നിലക്കും ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ നമുക്ക് നേതൃത്വം തരികയാണ്. ആ ഉസ്താദിന് അല്ലാഹു ദീർഘ ആയുസ്സ് നൽകുമാറാവട്ടെ. ഇപ്പം ഞാൻ വന്ന് ഉസ്താദിൻ്റെ റൂമിൽ ചെന്ന് ഉസ്താദിനെ കണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞത് ദർസ് അത് നടത്തണം. ദർസിന് മാനിയാകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത്രയേറെ ദർസിനെ, പള്ളി ദർസിനെ സ്നേഹിക്കുന്ന ഒരു പണ്ഡിതൻ കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇന്ന് കേരളക്കരയിൽ പറഞ്ഞറിയിക്കേണ്ടതില്ല, പൊന്മള ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങൾ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ ഒരു ആലിമ്, ഇൽമുള്ള ആളുടെ മഹത്വം ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ഒരുവനാണ് എന്നുള്ളതിന് സാക്ഷി അല്ലാഹു ഒന്നാമതായി പറഞ്ഞതാരെയാണ്? അല്ലാഹുവിനെ. അല്ലാഹു ഒരുവനാണ് എന്നുള്ളതിന് ഒന്നാമത്തെ സാക്ഷി അല്ലാഹുവാണ്. രണ്ടാമത്തെ സാക്ഷി ആരാണ്? വൽ മലായിക, മലക്കുകളാണ്. മൂന്നാമത്തെ സാക്ഷി പാട്ട് പാടിയിട്ട് വയല് പറയുന്ന ആള് അല്ല. കുറേ പാട്ട് പാടിയിട്ട് വയല് പറയുന്നവരുണ്ട്. ഓൺലൈനിലൂടെ കുറേ മസാലകൾ പുറപ്പെടുവിക്കുന്നവരുണ്ട്. അത് വേണ്ടതല്ല. ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യക്കാർ, അതിന് പറ്റിയവർ അത് ചെയ്യണം. ഇന്ന് വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, മൂന്നാമത്തെ സാക്ഷി ആരാണ്? അതിന് ഏറ്റവും വലിയ ഇൽമുடைய പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ആർക്കാണ്? ആ ഇൽമ ഏതാണ്?
ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദ്. ഉസ്താദിന്റെ ഇൽമിന്റെ ആഴം എത്രയാണ് അത് പറഞ്ഞിട്ട് അറിയിക്കാൻ ഒരു ആലിമിന് മറ്റൊരു ആലിമിനെ അത് പറ്റുകയുള്ളൂ. ശരിയായ ഒരു ആലിമിനെ ഉസ്താദിന്റെ ഇൽമിനെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അത്രയും ആഴമായ ഇൽമുടയ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദ്. ഏത് വിഷയങ്ങൾ എടുത്തു വന്നാലും, ഇന്ന് ത്വബയിൽ ഇറങ്ങിയ കിതാബാണെങ്കിലും അത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും ആ കിതാബിന്റെ മുസന്നിഫാകുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദ്. അപ്പൊ ആ ഉസ്താദ് അല്ലാഹു ഒരുവനാണ് എന്നുള്ളതിന് സാക്ഷി അല്ലാഹുവാണ്. രണ്ടാമത്തെ സാക്ഷി മലക്കുകളാണ്. മൂന്നാമത്തെ സാക്ഷി ഇൽമുടയ പണ്ഡിതന്മാർ. എല്ലാ നിലക്കുള്ള ഇൽമ്. ചില ആള് ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, കുറച്ച് ദിക്റൊക്കെ വാങ്ങാൻ പോവാന് ശൈഖുനെ പറ്റിയ ആളല്ല. ചില ഫാദിലുകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അല്ലാഹു അവരെ ഹിദായത്തിന്റെ വെളിച്ചത്തേക്ക് കൊണ്ടുവരട്ടെ. ഞാൻ ഇതെന്തിനാണ് പറയുന്നത്? ശൈഖുന ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ ലാഹിറില് ശൈഖുനാനെ കണ്ടു എന്നല്ലാതെ ശൈഖുനാന്റെ ബാത്തിൻ എന്താണ്, അവിടുത്തെ ദിക്ർ എന്താണ്, മഹാന്മാരായ ജിന്നുകൾക്ക് വരെ ദർസ് നടത്തിയ മഹാൻ, അത്രയും വലിയ മഹാൻ. എന്നിട്ട് നമുക്ക് ത്വരീഖത്ത് വേറെയാണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് നടക്കുകയാണ്. എന്താണ് ത്വരീഖത്ത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ചെറിയ ഒരു അത്ഭുതം നടന്നാൽ അതിൻ്റെ പിന്നാലെയാണ് ജനങ്ങൾ പോകുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ഒരു കൂട്ടം മഹാന്മാരുണ്ട്, മഹത്തുക്കളുണ്ട്. അവർ അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചവരാണ്. അവര് അല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ വേറൊന്നുമില്ല. ആത്മാവിൻ്റെ ഒരു ദിക്ർ അതാണല്ലോ. ഇതാണല്ലോ നമ്മുടെ ആത്മീയ സമ്മേളനമാണല്ലോ ഇന്ന്. ചില ആള് മനസ്സിലാക്കി ത്വരീഖത്തൊന്ന് വേറെ ശരീഅത്തൊന്ന് വേറെ, ഇല്ലേ? അങ്ങനെ മനസ്സിലാക്കി പോയവരുണ്ട്. വറഅ് കൊണ്ട് പിടിക്കണം. അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അത് ശരിക്കും ഒന്ന് മുറുകെ പിടിക്കലാണ്. അത് ഇഹ്തിയാത്തോടു കൂടിയുള്ള മുറുകെ പിടിക്കലാണ് ത്വരീഖത്ത്. ആ ത്വരീഖത്തൊന്നും ശരിയല്ല. ഞങ്ങൾ വേറെ തന്നെ ഒരു ത്വരീഖത്തുണ്ട്. അല്ലാഹ് ആ ത്വരീഖത്തിന്റെ പിന്നാലെയാണ്. അവർക്ക് ആര് വേണ്ട? പഠിപ്പിച്ച ശൈഖുന കോട്ടൂർ ഉസ്താദ്. അവിടുത്തെ ഉസ്താദ് ഓക്കേ ഉസ്താദ്. അവിടുത്തെ ഉസ്താദുമാർ ഈ പാരമ്പര്യമായ നിലക്കുള്ള നമ്മുടെ ഉസ്താദൊന്നും വേണ്ട. അതിൻ്റെ ഇടയിൽ ഏതോ ഒരുത്തന് എന്തോ ഒരു അത്ഭുതം കാട്ടിയിട്ട് മനസ്സ് മാറ്റിയ അവനായി പിന്നെ ശൈഖ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു ശൈഖുന കോട്ടൂർ ഉസ്താദ് അവിടുത്തെ ശിഷ്യന്മാർക്ക് എന്ന് മാത്രമല്ല എല്ലാ നിലക്കും നമ്മെ കൈപിടിക്കാൻ ശൈഖുന മതി. അല്ലാഹു ആ ശൈഖുനാന്റെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞ ഹബ്ലി ശൈഖുനയിലൂടെ, അവിടുത്തെ ഉസ്താദുമാരിലൂടെ, അവിടുത്തെ ഉസ്താദിന്റെ ഉസ്താദുമാരിലൂടെ നമുക്ക് മുറുകെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
ഇല്ലേ, ഹബീബായ തങ്ങൾ മുതൽ നമ്മുടെ ശൈഖുന വരെ എത്തുന്ന ആ ഒരു സനദ് ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മസാലിക്കിൽ നിന്ന് എത്ര കുട്ടികളെ ഉസ്താദ് ഇറങ്ങുന്നത്? 210 കുട്ടികൾ. അൽഹംദുലില്ലാഹ്. സുൽത്താനുൽ ഉലമ എബി ഉസ്താദിന്റെ ശൈഖുന റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിലായി ബഹുമാനപ്പെട്ട ശൈഖുൽ മുഹഖ് കോട്ടൂർ ഉസ്താദിന്റെ നേതൃത്വത്തിലായി ഇവിടുന്ന് 200 ചില്ലാനം കുട്ടികൾ ഫാദിലി ബിരുദമെടുത്തിറങ്ങുമ്പോ അവര് മനസ്സിലാക്കി ഇൽമെല്ലാം തികഞ്ഞു, ഇനി കിതാബൊക്കെ അടച്ചു വെച്ച് എന്നെ പൂട്ടിയിരുന്നിട്ട് നമ്മൾ ഖത്തീബാകാൻ പോവാണ്, മുദരീസാകാൻ പോവാണ്. അങ്ങനെയല്ല, ഒരു മലക്ക നമുക്ക് കിട്ടിയെന്നർത്ഥം. കിതാബ് നോക്കാനുള്ള ഒരു തൻ്റെ ഇടം കിട്ടി, അത്രയെന്നേ പറയാനുള്ളൂ. അങ്ങനെ കിതാബിൻ്റെ എല്ലാ വിഷയത്തിലും എല്ലാ ഫന്നുകളിലും നാം അങ്ങ് ഇറങ്ങി അതിനെ ചർവണം നടത്തി ഈ സമുദായത്തിലെ ഓരോ മഹല്ലുകളിലും ഓരോ സ്ഥലങ്ങളിലും നേതൃത്വം കൊടുക്കേണ്ടവരാണ് ഫാദിലുകൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. നമുക്ക് സ്വലാത്ത് ചൊല്ലണം, ദിക്റ് ചൊല്ലണം. ശൈഖുന ഉസ്താദ് അവരുടെ റൂമിൽ നിന്ന് പറഞ്ഞു, കുട്ടി പോയി ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കണം. അപ്പോ നാം സ്വലാത്ത് ചൊല്ലണം. ഈ മാസം ശഅബാനാണ് അല്ലേ? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് ആയത്ത് ഇറങ്ങിയ മാസവും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പടച്ച റബ്ബിനോട് പറയണം. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഈ മലപ്പുറം ജില്ല SYS മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ അനുജൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ബ്രെയിനിന് ട്യൂമറാണ്. ചെറിയ കുഞ്ഞാണ്, ഏകദേശം 6 വയസ്സ് കഴിഞ്ഞ് ബ്രെയിൻ ട്യൂമറായിട്ട് ഇപ്പോൾ മഞ്ചേരി ഹോസ്പിറ്റലിലാണ്. അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ മസാലിക്കിനെ സഹായിച്ച ഗൾഫ് നാടുകളിലും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉള്ളവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഇന്ന് ദുആ ചെയ്യണം. നാളെ വലിയ സമ്മേളനം നടക്കുമ്പോൾ ഈ മസാലിക്ക് ഇതിൻ്റെ പ്രചരണം നാമാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് ഓരോരുത്തരുടെയും കർത്തവ്യം. മുതഅല്ലിമീങ്ങളാകുന്ന, ആലിമീങ്ങളാകുന്ന, പണ്ഡിതന്മാരാകുന്ന നമ്മുടെ കടമയാണ് ഈ മസാലിക്കിനെ ഏറ്റെടുക്കേണ്ടത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നാളെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ മുന്നോടിയായി ഇന്ന് നമുക്ക് ദിക്റ് ചൊല്ലി, നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കണം, ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ഒറ്റക്കിരുന്ന് എൻ്റെ റബ്ബിനെ ഓർത്ത് കരയുന്ന മഹാന്മാരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എങ്ങനെ? ഇപ്പം എല്ലാവരും എൻ്റെ മുന്നിൽ വരണം. ഓൺലൈനിൽ മണ്ണാങ്കട്ട മജ്‌ലിസ്. തങ്ങൾ ഓൺലൈൻ എതിർത്തു എന്ന് പറയണ്ട, എല്ലാവരും ഓൺലൈൻ്റെ പിന്നാലെ. ഇന്നാലില്ല, ഓൺലൈനിൽ എല്ലാവരും വരണം. ആരെയാ ഓർക്കേണ്ടത്? അല്ലാഹുവിനെ. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ധാരാളം ദിക്ർ ചൊല്ലണം എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ ഇല്ലേ? ഈ ദിക്ർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് എങ്ങനെ? നമ്മുടെ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ആദ്യം തന്നെ ഇത് സ്വിച്ച് അമർത്തുമ്പം വരുന്നത് എന്താണ്? പരസ്യം വരും ഇല്ലേ? വരൂലേ? ആ പരസ്യത്ത് കാണുന്നത് അള്ളാനെ ഓർക്കുന്ന ജിന്നാണ് ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക, എവിടെ എത്തി നമ്മുടെ കാലം.
ഇന്ന് തങ്ങൾ ഓൺലൈനെ എതിർത്തു എന്ന് പറയണ്ട, അത് ആവശ്യമുള്ള സമയത്ത് വേണം. ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യവും കാണുന്നില്ല അല്ലേ? ഫദ്കുറൂനി അദ്കുറുക്കും, എന്നെ നിങ്ങൾ സ്മരിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? ഇപ്പം എല്ലാവരും മൊബൈലാണ്, 24 മണിക്കൂറും മൊബൈലിൻ്റെ പിന്നാലെ ഈ തോണ്ടുന്ന പണിയാണ്. ഇതാണ് ദിക്റ് ചെല്ലുന്നവരും, ഇതാണ് സ്വലാത്ത് ചെല്ലുന്നവരും. ഇതിലൂടെയാണ് ഇന്ന് ലോകം മുഴുവനും കാണിക്കുന്നത്. ഇന്നാലില്ലാ, അല്ലാഹു നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇത് എതിർത്തു എന്ന് പറഞ്ഞാൽ തങ്ങൾ അതിന് എതിരാണെന്ന് തോന്നിപ്പോകണ്ട. അതുകൊണ്ട് നാളെ ആഖിറത്തിലെത്തുമ്പോൾ, നാളെ മഹ്ശറയിൽ തങ്ങൾ തലയെക്കെട്ടെല്ലാം കെട്ടി തസ്ബീമാലുണ്ട്. ദേവരശാല ഉസ്താദ് ഇങ്ങോട്ട് കയറി വരുമ്പം പറഞ്ഞു, നിങ്ങളെ കഴുത്തിലെന്താ പച്ച ഷാളൊന്നുമില്ലല്ലോ എന്ന്. അതൊന്നുമല്ല, നമ്മുടെ ഖൽബ് നന്നാകണം. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നിങ്ങൾ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ട്? എൻ്റെ ഖൽബിങ്ങനെ മറിഞ്ഞു വരികയാണ് ഇല്ലേ? ഞാൻ ഇപ്പം ചിന്തിച്ചതല്ല, കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കുന്നത്, കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിക്കുന്നതല്ല, പിന്നെ ചിന്തിക്കുന്നത്. ഖൽബിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഖൽബ് നന്നാക്കിയെടുക്കാൻ വലിയ മരുന്നാണ് ഒന്ന് സ്വലാത്ത്, വലിയ മരുന്നാണ് ദിക്ർ. ആ ദാക്കിരീങ്ങൾ നമ്മളിൽ പെടണം, ആ സ്വലാത്തിന്റെ ആളുകളാകണം. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ വലിയ വയല് പറഞ്ഞവരെയൊന്നും അവിടെ കാണുന്നില്ല, വലിയ വീമ്പളക്കിയവരെയൊന്നും അവിടെ കാണുന്നില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഇഹിം, അവരുടെ നാവുകൾക്കൊക്കെ ശീലടിക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ സംസാരിക്കും. അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. അവർ കളവ് പറയുന്നതിനെതിരെ ഇല്ലേ? ഇത് നാളെ ആഖിറമുണ്ടെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം. അത് ഈ പറയുന്ന തങ്ങളായാലും ഖാദിയായാലും വലിയ ആളായാലും ചെറിയാളായാലും അങ്ങനൊന്നും ദുനിയാവിലില്ല. നാളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടുന്നത് ആരാണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല ഖൽബുള്ള മനുഷ്യൻ. ഒരാളോടും വൈരാഗ്യമില്ല. അങ്ങനെ ഉണ്ടാവോ? എന്നെ ചീത്ത പറഞ്ഞാൽ, എന്നെ എന്തെങ്കിലും ആക്ഷേപിച്ചാൽ മറ്റവനെ ചെറുതാക്കി കാണിക്കുന്ന കാലം, അവനെ വിട്ടൂടാ ഇല്ലേ എന്ന് ചിന്തിക്കുന്ന കാലാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊന്ന് വണ്ടി ഓടിക്കുമ്പം തന്നെ എൻ്റെ വണ്ടിൻ്റെ മുമ്പിൽ ഓൻ്റെ വണ്ടി പോയാൽ നമ്മളെ മനസ്സെന്താ പറയുന്നത്? ഓൻ പോയിക്കോട്ടെ എന്നല്ല, ഓനേക്കാളും മുമ്പ് നമ്മൾ ഓടുന്ന ഇല്ലേ? നമ്മുടെ ഖൽബിൽ അങ്ങനെയുള്ള ഒരു ഖൽബായി മാറണമെങ്കിൽ വലിയ പണിയുണ്ട്. ആ പണിയിൽപ്പെട്ട ഒന്നാണ് മഹാനായ ശൈഖുന കോട്ടൂർ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഇൽമു പഠിക്കുക എന്ന് മാത്രമല്ല, ആ ഉസ്താദ് പറഞ്ഞു തരുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഇല്ലേ? കഴിഞ്ഞ ഇവിടെ ജൽസ നടന്നു, ഒരു ഇജ്തിമാ നടന്നു. അതിൽ ശൈഖുന അവറുകൾ നാം ഉറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടതെന്നും ഉറങ്ങി എണീക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടതെന്നും നിസ്കാരത്തിന്റെ ശേഷം വാരിദായ ദിക്റിന് ശേഷം ഏത് ദിക്ർ ചൊല്ലണമെന്നും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ത്വരീഖത്തിന് വേണ്ടിയിട്ട് ദിക്ർ വാങ്ങാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കുറേ ഹൈവാമാർ. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ദിക്ർ ആ ശൈഖിന്റെ അടുത്ത് പോയാൽ ആ ദിക്ർ കിട്ടും. ഏതാണ്? എൻ്റെ ശൈഖ് ശൈഖുന കോട്ടൂർ ഉസ്താദ്. ആ ഉസ്താദ് ശൈഖല്ലേ, എൻ്റെ ശൈഖ് ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദ്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ശൈഖ് ശൈഖുന കോട്ടൂർ ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എന്താ നമ്മളെ ആത്മീയമായ നിലക്ക് ഉണർത്താൻ കഴിയൂലേ? ആത്മീയമായ നിലക്ക് ഉണർത്താൻ കഴിവുള്ള മഹാനാണ് ശൈഖുന കോട്ടൂർ ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ എനിക്ക് ഹബീബായ തങ്ങളെ കാണണോ, നിങ്ങൾക്കൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളതാണെന്ന് കൈവന്തിച്ച് നോക്കട്ടെ ഇല്ലേ? അല്ലാ,
നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. ശൈഖുന കോട്ടൂർ ഉസ്താദിനോട് പറഞ്ഞത് നടക്കൂലേ? അല്ലാ, ഞങ്ങൾക്കൊക്കെ കിതാബ് ഓതി തന്നിട്ട് 24 മണിക്കൂറും രാവിലെ മുതൽ വൈകുന്നേരം വരെ മഗ്രിബ് കഴിഞ്ഞാൽ ബൈലാവി സബക്കടക്കം ആഴ്ചയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുമുല്ലാഹ് മഹാനവറുകളുടെ ഹിക്മടക്കം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ദർസ് എടുത്താണ്. ദർസിലേക്ക് അങ്ങിറങ്ങിയാൽ ഞങ്ങളെ ശൈഖുനാന്റെ ശരീരത്തിന്റെ വേദന അറിയൂല. ദർസിലേക്ക് ഇറങ്ങിയാൽ അവിടുത്തെ മുട്ടിന് വേദനയുണ്ടോന്നറിയൂല. ദർസിലേക്ക് ഇറങ്ങിയാൽ ദുന്യാവിൻ്റെ ചിന്തയില്ല. ഒരു വിഷയം പറയുമ്പോൾ എല്ലാ ഇമാമീങ്ങളും എന്താണ് അവിടെ പറഞ്ഞത് എന്ന് പറയാൻ ശൈഖുനാന്റെ അഖ്ല് മതി. ആ അഖ്ല് കൊണ്ട് ആ അഖ്ല് എവിടെയെല്ലാം പോയിട്ടുണ്ടോ ആ സ്ഥലത്തൊക്കെ നഖ്ല് കണ്ടെത്തിയ മഹാനാണ് പൊന്മള ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് ദുബൈക്ക് പോകണമെന്ന് ആഗ്രഹിച്ചില്ല. ഞാൻ ശൈഖുനാനെ വിളിച്ചു, എനിക്ക് മദീനയിലെത്തണം. ശൈഖുന പറഞ്ഞു, സ്വലാത്ത് ചൊല്ലിക്കോ. ആ സ്വലാത്തങ്ങ് ചൊല്ലി അൽഹംദുലില്ലാഹ് ഞാൻ മദീന എയർപോർട്ടിൽ തന്നെ ഇറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. എവിടെ? ജിദ്ദയിൽ പോയിട്ട് അവിടെ നിന്ന് മദീനയിലേക്ക് പോയാൽ പറ്റൂല. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ ഒരു മുസ്തഫാജി എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജിദ്ദ എയർപോർട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, പറ്റൂല, എനിക്ക് മദീനയിൽ ഇറങ്ങണം. അങ്ങനെ മദീനയിൽ ഇറങ്ങി. ആ നിലക്ക് അവർ ചെയ്തു തന്നു. മദീനയിൽ ചെന്നു, ഹബീബായ തങ്ങളെ ചാരത്തെത്തി. ഒരു 5 കാശ് കയ്യിലുള്ളത് കൊണ്ടല്ല, ശൈഖുന പറഞ്ഞു, സ്വലാത്ത് ചൊല്ലിക്കോ. ആ സ്വലാത്ത് ഏതാണ്? ഭയങ്കരം സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആള് പറഞ്ഞു തരുന്നതൊന്നും പോലെയല്ല. ശൈഖുന പറഞ്ഞു, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചൊല്ലിക്കോ, അത് മതി. ശൈഖുന പറഞ്ഞു. പിന്നെ അതിൻ്റെ മേലെ ഒരു ശൈഖ് നമുക്കുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോ ഫാദിലികളായിട്ട് ഫാദിലി എന്ന പേരിൽ ആരെങ്കിലും പേച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ശൈഖുന ഉത്തരവാദിയല്ല. ശൈഖുനാന്റെ അടുത്ത് ഇരിക്കുമ്പോ എല്ലാ നമ്മുടെ ആത്മീയമായ ചികിത്സയും ഭൗതികമായ ചികിത്സയും ശൈഖുന നടത്തി തരുന്നുണ്ട്. അത് നാം അറിയുന്നില്ല. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദ്. ചില ആള് മനസ്സിലാക്കി വലിയ കറാമത്തൊക്കെ കാട്ടിച്ചിങ്ങനെ പറക്കുന്ന ആളായിരിക്കണം. അല്ല, ശൈഖുന ആരാണ്? ഔലിയാക്കള്. ആരാണ് മഹാന്മാർ? അല്ലാഹുവിന്റെ ദീനിലായിട്ട് ഇന്ന് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ദർസ് നടത്തിയ നമ്മുടെ ഇന്ത്യയിൽ കേരളക്കരയിൽ അത് ശൈഖുന കോട്ടൂർ ഉസ്താദ് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എത്രാമത്തെ വാർഷികമാണിത്? 60 അല്ലേ? 62 കൊല്ലായി. മറ്റുള്ളവരൊക്കെ പേര് ഇസ്മ ഉണ്ടാവുള്ളൂ, മുസമ്മ ഉണ്ടാവില്ല, ഇല്ലേ? ശൈഖുനാന്റെ ദർസ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയും. പണ്ട് കാലത്ത് ഇതാ മാവൂർ ഉസ്താദൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ മുതൽ ഇരുന്നാൽ ശൈഖുന ഇശാ വരെ ദർസി രംഗത്ത് കേരളക്കരയിൽ ഒരു മനുഷ്യന് എൻ്റെ അറിവിലില്ല. ഇനി അറിവിലുണ്ടോന്ന് അറിയില്ല. ശൈഖുന ഭയങ്കര മഹത്വം പറയുന്നത് കാണാൻ. കൈപ്പറ്റ ഉസ്താദിനെ കുറിച്ച് ഒരു കിതാബ് നോക്കുകയാണെങ്കിൽ, ഒരു വിഷയം നോക്കുകയാണെങ്കിൽ അതിനെ തഹ്ഖീഖാക്കി അതിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കുന്ന മഹാനായിരുന്നു കൈപ്പറ്റ ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ഇത്രയും അധികം കേരളക്കരയിൽ ദർസ് നടത്തിയത്
മണിക്കൂറുകൾ ദർസ് നടത്തിയത് അത് ശൈഖുന കോട്ടൂർ ഉസ്താദ്. നമുക്ക് വയസ്സെത്ര? എൻ്റെ വയസ്സ് 42. ശൈഖുന ദർസ് തുടങ്ങിയിട്ട് 62 കൊല്ലമായി ഇല്ലേ? ശൈഖുന ദർസ് തുടങ്ങിയിട്ട് 62 കൊല്ലമായി. ഇത്രയും അധികം ദർസി രംഗത്ത് വെറും പേരല്ല. ഇപ്പം എങ്ങനെ കുറേ ദർസുണ്ട്. ഒരാൾ ദർസ് തുടങ്ങും, അതിന് 2-3 മുദരിസുമാർ വെക്കും. ശൈഖുന അങ്ങനെയല്ല, ശൈഖുന തന്നെ ഊതിക്കൊടുക്കുകയാണ്. അതാണ് ശൈഖുന കോട്ടൂർ ഉസ്താദ്. ആ ഉസ്താദ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ച മഹാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്ത്. ആ കറാമത്താണ് ശൈഖുന ഉസ്താദിന്റെ ഒന്നാമത്തെ കറാമത്ത്. പിന്നെ നമുക്ക് ആത്മീയമായ നിലക്കും നമുക്ക് രക്ഷ കിട്ടണത് ആ ശൈഖുനാനെ മുറുകെ പിടിച്ചാൽ മതി. അല്ലാഹു ആ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. ചില ആൾക്ക് മനസ്സിലേക്ക് അങ്ങ് കൊള്ളുന്നില്ല ശൈഖുനാനെ കാണുമ്പോൾ, അല്ലേ? ഷർട്ടൊന്നുമില്ലല്ലോ,